അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ചോറുകൊണ്ട് നല്ല എളുപ്പത്തിൽ നല്ല രസമുള്ളൊരു പലഹാരം തന്നെ ഉണ്ടാക്കി കാട്ടിത്തരാൻ വേണ്ടി കണ്ടാണ്. ചോറ് വെച്ച് കാണ്ട് കുറച്ചൊന്നും ബാക്കിയാവുമ്പോൾ അതേപോലെ ചായക്കടിയൊന്നും ഇല്ലാത്ത നേരത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിലുള്ള നല്ല രസമുള്ളൊരു പലഹാരമാണ് ഇട്ടത്. നമ്മൾ ഈ ഒരു പലഹാരം ആവിയിൽ വേവിച്ച് കാണ്ടാണ് ഇട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ ചായക്കടി ഇക്കാണ്ടും അതേപോലെ വൈകുന്നേരത്തെ ചായക്കടി ഇക്കാണ്ടും ഒക്കെ ഒന്നാണ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളെ മിക്സിൻ്റെ ജാറിങ്ങിട്ട് എടുത്തുക്കണ്. ഇതേക്ക് ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി ചെയ്തിട്ട് കൊടുക്കുക ആദ്യം. അപ്പോൾ ഒരു കപ്പ് അളവിലാണ് കേട്ടോ നമ്മളെ തേങ്ങ ചിരണ്ടി ചെയ്തുള്ളത്. തേങ്ങ ഒന്നും പറഞ്ഞ് കണക്കാക്കാനൊന്നുമില്ല, ഇല്ലിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 5-6 ചെറുള്ളിയും കൂടിയാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് കാണ്ടി നമുക്കിതാ മിക്സിമ വെച്ച് കാണ്ട് ഒന്നങ്ങോട്ട് അരച്ചെടുക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഇതേ ഒന്നങ്ങോട്ട് അരച്ചെടുത്തുക്കണോ. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ടത് ചോറാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 2 കപ്പ് അളവിൽ ചോറാണ് ഇട്ട് കൊടുത്തിരിക്കണത്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറി കേക്കൊന്നും വേണ്ട കേട്ടോ, ഇതിക്കനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അരയാൻ പാകത്തിനുള്ള വെള്ളം കൂടി പാർന്നു കൊടുത്തുകാണ്ട് ഇത് നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കുക. അപ്പോൾ വെള്ളം തോനെ പാർന്നു കൊടുക്കരുത് കേട്ടോ, പാകത്തിന് അരക്കാൻ പാകത്തിന് മാത്രം പാർന്നു കൊടുത്താൽ മതി. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ മിക്സിമ വെച്ച് കാണും ഒന്നങ്ങോട്ട് അരച്ചെടുത്തുക്കണു. ഇനി നമുക്ക് ഇതും ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തുകൊണ്ട് ഇതിക്കൊന്നാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അരിപ്പൊടി തന്നെയാണ് കേട്ടോ, വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിക്ക് പാകത്തിനുള്ള ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും കൂടി ഒന്നാണ് ഇട്ട് കൊടുക്കുക, ചെറുതാക്കി ഒന്നാണ് മുറിച്ചുകാണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊക്കെ പാടെ കൂട്ടിക്കാണ്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഇത് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുത്തുക്കണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമ്മളെ പലഹാരം തന്നെ ഉണ്ടാക്കണം. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കജ്ജിലൊന്നും അങ്ങോട്ട് വെച്ചുകാണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അങ്ങോട്ട് ഉരുട്ടിക്കാണ്ട് ഇതേപോലെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിക്കണത്. നമ്മളെ ഉന്നക്കായൊക്കെ ഉണ്ടാക്കണ ഈ ഒരു ചേലിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിക്കണത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോലത്തിലൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കയ്യിൽ വെച്ചുകാണ്ട് ഉരുട്ടിക്കാണ്ട് ബോൾസ് ആക്കിക്കാണ്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ നീട്ടിക്കാണ്ട് വിരലിൻ്റെ അതേപോലെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ കട്ലറ്റ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ആ ഒരു കോലത്തിലും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഇത് എല്ലാം ഇതേപോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തുക്കണ്. ഇനിയിപ്പോൾ നമ്മളിത് ആവിയിൽ വേവിച്ച് കാണാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് കാണ്ടേക്ക് വെള്ളമൊക്കെ പാർന്നെടുത്ത് വെള്ളമൊക്കെ ഇപ്പോൾ നല്ലോണം തിളച്ച് നിൽക്കുകയാണേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഈ പാത്രത്തേക്ക് വെച്ച് കൊടുത്ത് കാണ്ട് നമുക്കിത് നല്ലോണം ആവിയൊന്നും പുറത്തേക്ക് പോകാതെ നല്ലോണം അങ്ങോട്ട് മൂടി വെച്ച് കാണ്ട് ഇതൊന്നും അങ്ങോട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ പാത്രത്തിൽ ഒട്ടി പിടിച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് ലേശം ഓയിലൊന്നും അങ്ങോട്ട് തടവി കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ വെക്കണ പാത്രത്തുമ്മലൊന്നും ഒട്ടി പിടിച്ചൂലേ. പിന്നെ വായൻ്റെലൊക്കെ ഉണ്ടാക്കണ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ ഒരു വായൻ്റെ ഇലൊന്നും വെച്ച് കൊടുത്ത് കാണ്ട് അതിൻ്റെ മേലെ കൂടെ ഒന്നാണ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഒട്ടി പിടിച്ചൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഒരു ചോയ ഇഷ്ടമുള്ളവർക്ക് നല്ല രസവേക്കാരം. അങ്ങനെ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞേക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്നും അങ്ങോട്ട് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ നമ്മളെ പലഹാരമൊക്കെ ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ലോണം മുസാറായിട്ട് വെന്ത് വന്നിക്കണ്. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ. ഇനിയിപ്പോൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ തിന്നട്ടോ, അപ്പോൾ നല്ല രസം തന്നെയാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടി ചുരുക്കൂട്ടി ഒന്നും കൂടി രസത്തിൽ തിന്നണം എന്ന് വെച്ചാൽ നമുക്കിത് ലേശം പണിയും കൂടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര പാത്രം എടുത്തുകാണ്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കേട്ടോ, തോനൊന്നും വെള്ളം വേണ്ട. ഇങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് കൂട്ടി കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഒന്നങ്ങോട്ട് ചൂടാക്കി പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അങ്ങനെയും കൂടി ഒന്നാണ് കാട്ടുമ്പോഴേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമാതിരി ചട്ടിന് അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുക കേട്ടോ. നമ്മളൊന്നായിട്ട് പൊരിച്ചല്ല കേട്ടോ, കുറച്ച് പാർന്ന് കൊടുത്ത് കാണ്ട് അതിലൊന്നങ്ങോട്ട് ചൂടാക്കി എടുക്കുകയാണ്. ഇനി നമ്മളെ എണ്ണ ഒന്നങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മളെ ഈ ഒരു പലഹാരം എടുത്ത് കാണ്ട് ഈ മുളകും പൊടിൻ്റെ ഇതിലൊന്നും അങ്ങോട്ട് മുക്കി കാണ്ട് ഇതിക്കൊന്നാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് ബാക്കിയുള്ളതും ഓരോന്നും ഈ മുളകും പൊടിൻ്റെ മിക്സിലൊന്നും അങ്ങോട്ട് മുക്കി കാണ്ട് ഇതിക്കൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഒന്നങ്ങോട്ട് ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്നങ്ങോട്ട് ഇട്ടെടുക്കാണ്ട് ഇതൊന്നങ്ങോട്ട് കളർ മാറ്റിയെടുക്കുക. പിന്നെ കുറേ നേരം വേവിച്ചെടുക്കാനൊന്നുമില്ല കേട്ടോ, നമ്മളിത് നല്ലോണം ആവിയിൽ വേവിച്ചെടുത്തതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്നങ്ങോട്ട് കളർ മാറി നല്ലോണം നമ്മൾ മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു പലഹാരത്തിനെ. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ചോറുകൊണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയൊരു പലഹാരം, നല്ല രസമുണ്ട് തിന്നാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ചോറൊക്കെ ഒന്ന് ബാക്കിയാകുമ്പോഴോ അല്ലെങ്കിൽ ചായക്ക് കടിയൊന്നും ഇല്ലാതെ വെക്കുമ്പോഴോ ഒക്കെ ഒന്നാണ് ഉണ്ടാക്കി നോക്കി കാണ്ടി നമ്മളോട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ.
പിന്നെ നിങ്ങളെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്ക് കാണണമെന്ന് വെച്ചാൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്യും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതേപോലെ നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കാണ്ട് ഇനിയും കാട്ടിത്തരണ്ടേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.